വിവാദ മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രി ഏതെങ്കിലും ജില്ലയെയും മതവിഭാഗത്തെയും കുറ്റപ്പെടുത്തുന്ന സമീപനം ഉണ്ടായിട്ടില്ല. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ പിടിക്കുമ്പോൾ ചിലർക്ക് പൊള്ളുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ അഭിമുഖം തെറ്റായി നൽകിയതിൽ ഖേദം പ്രകടിപ്പിച്ച് ദി ഹിന്ദു പത്രം. മലപ്പുറം പരാമർശം അഭിമുഖത്തിലേതല്ല, വിവാദ പരാമർശം ഉൾപ്പെടുത്തിയത് PR ഏജൻസിയുടെ ആവശ്യപ്രകാരമെന്നും വിശദീകരണം. പി ശശിക്കെതിരായ പരാതി പുറത്തുവിട്ട് PV അൻവർ. ലൈംഗിക പരാമർശമടക്കം പരാതിയിൽ. നിയമ നടപടിയിലേക്ക് നീങ്ങുമെന്ന് P ശശി. അൻവറിന് പിന്നിൽ SDPI ജമാഅത്ത് ഇസ്ലാമി കൂട്ടുമുന്നണിയെന്ന് MP ഗോവിന്ദൻ. ഒപ്പം ലീഗും കോൺഗ്രസുമെന്നും CPIM. പീഡന പരാതിയിൽ നടൻ നിവിൻ പോളിയെ ചോദ്യം ചെയ്ത് അന്വേഷണ സംഘം. ഗൂഢാലോചനയെന്ന നിവിന്റെ പരാതിയിലും മൊഴിയെടുത്തു. നടന്മാർക്കെതിരെ പീഡന പരാതി നൽകിയ നടിക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം. നടപടി നടിയുടെ ബന്ധു നൽകിയ പോക്സോ കേസിൽ. ഇടക്കാല ജാമ്യം ലഭിച്ചതോടെ അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖ് ഹാജരായേക്കും. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡിക്കെതിരെ സുപ്രീം കോടതി. വിചാരണ കേരളത്തിന് പുറത്തേക്ക് മാറ്റണമെന്ന ഹർജിയിൽ വാദത്തിന് താൽപര്യമില്ലേ എന്ന് ചോദ്യം. കേസിൽ താൽപര്യമില്ലെന്ന് മനസ്സിലായി. വിമർശനം ഹർജിയിൽ വാദം മാറ്റണമെന്ന ED ആവശ്യത്തിൽ. ലബനനിൽ കരയുദ്ധം തുടങ്ങി ഇസ്രായേൽ. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള പരിമിത ആക്രമണമെന്ന് ഇസ്രായേൽ. കരയുദ്ധത്തിന് തയ്യാറെന്ന ഹിസ്ബുള്ള. സിറിയയിലും ഇസ്രായേൽ ആക്രമണം.